പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നമ്മുടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ ഈ ആഴ്ച എന്ന ജ്യോതിഷ വിഷയം. നിങ്ങളുടെ ഈ ആഴ്ചയിൽ നാം ചർച്ച ചെയ്യുന്നത് 1201 വൃശ്ചിക മാസം 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെയുള്ള, അതായത് 2025 നവംബർ മാസം 17-ാം തീയതി മുതൽ 23-ാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, മേടൻ രാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല, ഇടവത്തിലും ഗ്രഹങ്ങളില്ല, മിഥുനത്തിലും ഗ്രഹങ്ങളില്ല, കർക്കിടകത്തിൽ വ്യാഴം, കേതു ചിങ്ങത്തിലാണ്, ചന്ദ്രൻ ചിത്രനക്ഷത്രത്തിൽ 2-ാം പാദത്തിൽ കന്നിയിൽ നിൽക്കുന്നു, ശുക്രൻ തുലാൻ രാശിയിൽ നിൽക്കുന്നു, വൃശ്ചികത്തിൽ 8-ാം ഭാവത്തിൽ സൂര്യനും ചൊവ്വയും ബുധനും നിൽക്കുന്നു, കുംഭത്തിൽ രാഹുവും ശനി മീനത്തിലുമാണ്. ഇനി ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഈ വാരത്തെ ശുഭാശുഭ ഫലങ്ങൾ മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാർക്കും എപ്രകാരം സൗഖ്യത്തെ പ്രദാനം ചെയ്യുന്നു എന്നതാണ് നമ്മുടെ ചർച്ചാ വിഷയം. പുണർന്ന നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, പൂയം ആയില്യം നക്ഷത്രങ്ങൾ വരുന്ന 2-കാൽ നക്ഷത്ര സമൂഹമാണ്. ഇവിടെ കർക്കിടക രാശിയിൽ വ്യാഴം ഉച്ചസ്ഥനായി നിൽക്കുന്നുണ്ട്, ഭാഗ്യാധിപനായി. 2-ൽ കേതു, 3-ൽ ചന്ദ്രൻ, 4-ൽ ശുക്രൻ, 5-ാം ഭാവത്തിൽ സൂര്യൻ ചൊവ്വ ബുധൻ, അഷ്ടമത്തിൽ രാഹു, 9-ാം ഭാവത്തിൽ ശനി. ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി. ഒരു കർക്കിടക രാശിക്കാർക്ക് ഈ വാരം വളരെ നല്ല നന്മകൾ പ്രദാനം ചെയ്യും. ഭൂമിയുടെ ലാഭം ഉണ്ടാകും. പലപ്പോഴും ബൗദ്ധികമായ തലത്തിൽ പല രീതിയിലും കൺസൾട്ടൻസിന് ധാരാളം കാശുണ്ടാക്കും. സൂക്ഷ്മമായി ബുദ്ധി ഉപദേശിച്ച് തനിക്ക് ധനമുണ്ടാക്കാൻ വളരെ നല്ലതാണ്. കർക്കിടക രാശിയുടെ അധിപനായ ചന്ദ്രൻ നിൽക്കുന്നത് 3-ാം ഭാവത്തിലാണ്, കറുത്തപക്ഷത്തിലാണ്. എങ്കിലും ഹിംസ്രോ ഭ്രാതൃഗതേ സശൗര്യ, ശൗര്യം വളരെയധികം പ്രകടിപ്പിക്കുന്ന വാരമാണ്. വിധോ വിക്രമേണേതി വിത്തം തപസ്വി ഭവേത് ഭാമിനി രഞ്ജിതോപ്പി അഗ്രകീർത്തി. നല്ല ഫലമാണ്. തൻ്റെ വിക്രമത്തിലൂടെ തനിക്ക് ധനമുണ്ടാകും. 5-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ ധനവർജിത, 2 യുക്തിയാണ്. 5-ൽ നിൽക്കുന്ന ബുധൻ ഗാംബ്ലിംഗ് പ്ലാനറ്റാണ്. പക്ഷെ ശ്രദ്ധിച്ചാൽ കർമ്മത്തിൽ ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ലോട്ടറിയുമായി ബന്ധപ്പെടുന്ന വ്യക്തികൾക്കൊക്കെ ശ്രദ്ധിച്ചാൽ കാശുണ്ടാക്കാം. ആ സൂര്യൻ ധനം നശിപ്പിക്കാതെ ശ്രദ്ധിച്ചാൽ മതി എന്ന് മാത്രം. സഹോദര ഗുണം വളരെയധികം കൂടുന്നതാണ്. ധർമ്മിണോ വൈജയന്ത്യ, ധാർമ്മികമായ പ്രവർത്തനത്തിൽ സജീവമാകും. ഇവിടെ ധർമ്മദൈവ വിഷയത്തിൽ ഒക്കെ നല്ലതാണ്. കർക്കിടക രാശിക്കാർക്ക് 4-ാം ഭാവത്തിൽ ശുക്രനാണ്. ധർമ്മദൈവ പ്രീതി ചെയ്യുക, ഭൂമി ലാഭം, റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെടുന്ന വ്യക്തികൾക്ക് നല്ല രീതിയിൽ കോൺടാക്റ്റുകൾ ഉപയോഗിച്ച് ഭൂമി വിറ്റ് കാശുണ്ടാക്കാൻ വളരെ അനുകൂലമായ സമയവും കൂടിയാണ് ഈ വാരമെന്ന് മനസ്സിലാക്കുക. ഇവിടെ അഷ്ടമത്തിലെ രാഹു സർപ്പപ്രീതി ചെയ്യുന്നത് വളരെയധികം നേത്ര സംബന്ധമായ രോഗങ്ങൾക്കും പൈൽസുമായി ബന്ധപ്പെടുന്ന രോഗങ്ങൾക്കും വളരെയധികം സഹായകരമായി വർത്തിക്കുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ നല്ലൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.